ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS മോഡൽ ഒരു ചോദ്യപേപ്പർ ആണ്. LDCക്കാർക്കും ഇത് യൂസ്ഫുൾ ആണ്. 2024 ചോദ്യപേപ്പറാണിത്. 13/2024 നടന്ന എക്സാം ആണ്. ഫൈനൽ ആൻസർ കീ പ്രകാരമായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. ആദ്യ ചോദ്യം ഇതാണ്: കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആൻസർ യു ഷറഫ് അലിയാണ്. ആൻസർ യു ഷറഫ് അലി. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3ക്ക് 7 ലാൻഡർ ഉണ്ട്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീര മുത്തുവേലാണ്. ഇനി ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് ഡേറ്റുകൾ ഓർക്കണം. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. 2023 ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിലെത്തിയത്. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ബഹിരാകാശ ദിനമാണ്. അപ്പോ ചന്ദ്രയാൻ 3യുടെ സമയത്ത് ISRO ചെയർമാൻ എസ് സോമനാഥാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറുകൾ 7 ലാൻഡർ എന്നല്ല, ടോട്ടൽ പേലോഡുകളാണ് 7. അതില് ലാൻഡർ അല്ലാത്തത് റാംഫ LP ആണ്. റാംഫ LP. ശാസ്ത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഷേപ്പ്, ILSA ഇതൊക്കെ ലാൻഡർ പേലോഡുകളാണ്. ലാൻഡർ പേലോഡുകളാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ ജാസ്തെ LP എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ ഡെൻസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലിക്വിഡ് പ്ലാസ്മ എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. പി വത്സല. ഇനി ഈ പി വത്സല അന്തരിച്ച ഡേറ്റ് കൂടി ഓർക്കുക. നവംബർ 21, 2023 നവംബർ 21. തിരുനെല്ലിയുടെ കഥാകാരി എന്ന് വിശേഷിപ്പിക്കുന്നു. 2023 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? SK വസന്തൻ. ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 2021 പുരസ്കാരമാണ്. എന്നിട്ടും 24 ചോദ്യപേപ്പർ ആണിട്ട് പോലും 21 പുരസ്കാരമാണ് ചോദിച്ചത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം ഐക്യ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. വിമോചന സമരത്തിലൂടെയാണ് പുറത്താക്കപ്പെട്ടത്. ഇപ്പൊ നീലേശ്വരത്ത് നിന്ന് വിജയിച്ചു. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കൂടിയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. സേതു. അപ്പൊ കണ്ടോ, ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക. സേതുവിനാണ് 22. കൃതികളിൽ പെടാത്തത് ഏത്? അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളല്ലാത്തത് നിഴലുറങ്ങുന്ന വഴികളാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ ഇതൊക്കെ ഈ ഒരു സേതുവിന്റെ കൃതികളാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ നമ്മുടെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ദിവസമാണ്. ആദ്യമായിട്ടാണ് ഒരു രാജ്യം സൗത്ത് പോളില് ചന്ദ്രന്റെ അതില് കാലുകുത്തുന്നത്. ചന്ദ്രനിലെത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഐക്യൂബ് കമറാണ് പാകിസ്ഥാന്റെ ചന്ദ്രദൗത്യം. ഐക്യൂബ് കമർ. ഇനി ജപ്പാനാണ് 5ാമത് ചന്ദ്രനിലേക്ക് പോയത്. ജപ്പാൻ. നമ്മുടെ ആദ്യം പോയത് റഷ്യയും 2ാമത് പോയത് റഷ്യ 1966. 2ാമത് പോയത്
അമേരിക്ക. മൂന്നാമത് ചൈന 2013. ഇനി ചന്ദ്രയാന്റെ റോവറിന്റെ പേര് പ്രഗ്യ, ലാൻഡറിന്റെ പേര് വിക്രം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്. ടി.കെ. മാധവൻ. 1924 മാർച്ചില് ആരംഭിച്ചു, 25 നവംബറിൽ അവസാനിച്ചു. ഗാന്ധിജി ഇവിടെ എത്തി, വിനോബ ഭാവെ എത്തി. ഇനി പെരിയോർ എന്ന് വിളിക്കപ്പെടുന്ന ഇ.വി. രാമസ്വാമി ഈ വൈക്കത്തിന്റെ ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നു. പഞ്ചാബിൽ നിന്ന് എത്തിയത് അകാലികൾ. പഞ്ചാബിൽ നിന്നെത്തിയത് അകാലികൾ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിലെ ജാതി സിസ്റ്റങ്ങൾ കണ്ടപ്പോൾ, സവർണരെ കാണുമ്പോൾ ദൂരെ മാറി നിൽക്കുന്ന അവർണരെ കണ്ടപ്പോൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഒരു കുളത്തില് വെള്ളമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ അമ്പലത്തിന്റെ മുമ്പിലൂടെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ കണ്ടപ്പോൾ കേരളത്തെ ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചു. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. ഒന്ന് ശരിയാണ്, ഉൾപ്പെടാത്തതാണ് ചോദ്യം. അപ്പൊ ഒന്ന് എന്ന് പറയുന്നത് ഉത്തരത്തിൽ വരാൻ പാടുണ്ടോ? ഇല്ല. 2 വരാൻ പാടുണ്ടോ? ഇല്ല. 3ആണോ 4ആണോ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അതുവല്ല. ആൻസർ എന്താണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് ഗുരുദേവനാണ് പറഞ്ഞത്. അതാണ് ഉത്തരം അല്ലാത്തത്. ഇനി ഉപദ്വീപ നദികളിൽ വെച്ച് നീളം കൂടിയ നദി, ഇന്ത്യയുടെ വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. ഇന്ദ്രാവതിയും ശബരിയുമാണ് ഇതിന്റെ പോഷക നദികൾ. ഉപദ്വീപ ഇന്ത്യയിലെ നീളം കൂടിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി, ആൻസർ ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? കിഴക്കും പടിഞ്ഞാറും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. കിഴക്കൻ തീരസമതലം വിസ്തൃതി എങ്ങനെയാണ്? പടിഞ്ഞാറ് കുറവാണ്, ഇവിടെ വിസ്തൃതി കൂടുതലാണ്. ഇനി കിഴക്കെന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമാണ്. പടിഞ്ഞാറോ അറബിക്കടലിന് സമാന്തരമാണ്. ഈ അറബിക്കടലിൽ ആരൊക്കെയുണ്ട്? പടിഞ്ഞാറ് ആരൊക്കെയുണ്ട്? നമ്മുടെ ഗുജറാത്ത് ഉണ്ട്, പിന്നെയോ കൊങ്കൺ ഉണ്ട്, പിന്നെ ഉള്ളത് മലബാർ, കേരളമാണ് ഉള്ളത്. കേരളം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് കാണപ്പെടുന്നത്? ഇവിടെ കാണപ്പെടുന്നത് കായലുകളാണ്. കായലുകളും അഴികളും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബംഗാളിലോ ഡെൽറ്റകളാണ് കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാളൊക്കെ ഡെൽറ്റ പ്രദേശമല്ലേ? കിഴക്ക് ബംഗാൾ ഉൾക്കടലിന്റെ സമാന്തരമായി കാണപ്പെടുന്നത് ഡെൽറ്റകളാണ്. ഇതിനെ രണ്ടായി തിരിക്കാം. വടക്കൻ സിർക്കാസ് എന്നും കൊറ മാൻഡൽ എന്നുമാണ് ഇതിനെ തിരിക്കുന്നത്. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. പടിഞ്ഞാറൻ തീരസമതലം ബന്ധമില്ലാത്ത പ്രസ്താവന. കായലുകള് അഴിമുഖങ്ങൾ കാണപ്പെടുന്നു, ശരിയല്ലേ? പടിഞ്ഞാറ് നമ്മുടെ കേരളമാണ്, കായലുണ്ട്, അഴിമുഖമുണ്ട്. ഡെൽറ്റയുണ്ടോ? ഇല്ല. വീതി കൂടുതലാണ്, വീതി എങ്ങനെയാണ്? വീതി കുറവാണ്, തെറ്റാണ്. അറബിക്കടലിന് പശ്ചിമഘട്ടത്തിന് ഇടയിലാണ്, ശരിയല്ലേ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പോ നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ളതാണ്. 2ഉം 3ഉമാണ് തെറ്റ്. നമ്മൾ ഓപ്ഷൻ നോക്കി, 2ഉം 3ഉം തെറ്റ്. 1 നമുക്ക് ശരിയാണെന്നറിയാം. അപ്പൊ 1ഉള്ള ഉത്തരങ്ങളെല്ലാം വെട്ടി. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, 2 ശരിയാണ്. കണ്ടോ, 2 രണ്ടിലും ശരിയാണ്. 2 പിന്നെ വായിക്കേണ്ട പോലും കാര്യമില്ല.
3 താരതമ്യേന വീതി കൂടുതലാണ്. അത് തെറ്റാണ്. ഇപ്പോ അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. അറബിക്കടലിന് പശ്ചിമഘട്ടത്തിന് സമാന്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഉത്തരത്തിൽ എല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസറിലേക്ക് എത്താം. ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം 1853 റെയിൽവേ ഗതാഗതം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ബോംബെ മുതൽ താനെ വരെയായിരുന്നു. ഡൽഹൌസിയുടെ സമയത്തായിരുന്നു വൈസ്രോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡ് എന്ന സംസ്ഥാനമാണ് കൽക്കരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വലിയ കൽക്കരി പാടങ്ങളൊക്കെ ഉള്ളത്. ഉത്തരം ജാറിയാണ്. ആൻസർ ജാറിയ. ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മൈക്ക അല്ലെങ്കിൽ അഭ്രംത്തിന്റെ ഉൽപാദനത്തിലാണ്. ഈ മൈക്ക നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ്. മാംഗനീസിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. മാംഗനീസിൽ ഒഡീഷ. ചണം ഉൽപാദനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതാണ് ഇപ്പോൾ ഇന്ത്യ. മിൽക്ക് ഉൽപാദനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതാണ് ഇപ്പോൾ ഇന്ത്യ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? 59-ൽ 2 എണ്ണം സ്ഥാപിച്ചു. അപ്പോൾ ജർമ്മൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്നായി മാറി. ജർമ്മന്റെ സഹായത്തോടു കൂടി റൂർക്കേല മാത്രമാണ്. റൂർക്കേല മാത്രമാണ്. ജർമ്മൻ റൂർക്കേല. ഭിലായി റഷ്യയാണ്. ബുക്കാറോ റഷ്യയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യ ഇപ്പോൾ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാമതായി മാറുന്നുണ്ട്. നേരത്തെ ക്യൂബയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ക്യൂബയാണ്. അതിനുശേഷം ഒരു 4-5 വർഷത്തോളം അതിൽ കൂടുതൽ തന്നെ ബ്രസീലാണ് പഞ്ചസാര ഉൽപാദനത്തിൽ മുന്നിൽ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുൻപിട്ട് വരുന്നു. കാര്യം ഈ ഒരു കരിമ്പ് മീഥേനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ധനവുമായി ഉപയോഗിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഭയങ്കര പൈസ കിട്ടുന്നത് കൊണ്ട് ഇന്ത്യൻ കർഷകർ കരിമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് കരിമ്പ് കൃഷിക്ക് മുന്നിൽ. കരിമ്പ് കൃഷി ചെയ്യണമെങ്കിൽ റിഗർ മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ്, അതുമല്ലെങ്കിൽ കറുത്ത മണ്ണ്, അതുമല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ, ഇനി മറ്റൊരു പേരുണ്ട് ചെർണോസം. എല്ലാം ഒരു സാധനമാണ്, പല പേരിൽ അറിയപ്പെടുന്നു. ഈ മണ്ണ് വേണം. കേരളത്തിൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രമാണ്. ചിറ്റൂർ എന്ന താലൂക്കിലാണ്. കേരളത്തില് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാൽ ഏത് ദേശീയപാതയിൽ ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടി. പക്ഷെ കേരള PSC ഇതുവരെ നീട്ടിയിട്ടില്ല. കോട്ടപ്പുറം വരെ കിടക്കുകയാണ് PSCയിൽ. അപ്പോൾ നമ്മള് ദേശീയ ജലപാത 3 നമ്മുടെ ആലപ്പുഴ ജില്ല ഇതിലൂടെ ഒക്കെ പോവുകയാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഉണ്ട്. ഈ നാഷണൽ വാട്ടർവേ 3 ഇതിനെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ നാഷണൽ വാട്ടർവേ 1 എപ്പോഴും ചോദിക്കും. ഗംഗാ നദിയിലാണ്. ഹാൽദിയ, അലഹബാദ് ടു ഹാൽദിയ. ഇനി നാഷണൽ വേ 2 എപ്പോഴും ചോദിക്കും. ബ്രഹ്മപുത്ര എന്ന നദിയിലാണ്. സാദിയ ടു ദുബ്രിയാണ്. സാദിയ ടു ഇതായാണ്, ദുബ്രിയാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഇപ്പോൾ ഹിമാചൽ പ്രദേശ്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ, ഹരിജൻ ഈ പത്രങ്ങളുടെ സ്ഥാപകൻ ഗാന്ധിജിയാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ് സവിശേഷത അല്ലാത്തത്. പാരമ്പര്യേതരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്താ? പാരമ്പര്യമായിരുന്നെങ്കിൽ അച്ഛന്റെ സ്വത്തിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. കൽക്കരി നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. കൽക്കരി, പ്രകൃതിവാതകം, ഡീസല് ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ മണ്ണെണ്ണ, പെട്രോള് ഇതൊക്കെയാണ് പാരമ്പര്യം. പാരമ്പര്യേതരം എന്ന ചോദ്യത്തിന്റെ ഉത്തരം സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം.
ഇനി തിരമാലയിൽ നിന്നുള്ള ഊർജം അല്ലെ, ഇങ്ങനെ പോകുന്നു. സൗരോർജം, കാറ്റ്, തിരമാല, ബയോഗ്യാസ്, ബയോവാതകം, ജൈവവാതകം, ജൈവപിണ്ഡം, ഇതൊക്കെ ഇതിന്റെ ഉത്തരമാണ്. ഇത് പുനഃസ്ഥാപന ശേഷിയില്ലേ? സൗരോർജം പുനഃസ്ഥാപന ശേഷി ഉണ്ട്. ചെലവോ കുറവാണ്. പാരിസ്ഥിതിക മാലിന്യം ഉണ്ടോ? ഇല്ല. അപ്പൊ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി, പ്രകൃതി, ഡീസലാണ്. ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21A. 86 ഭരണഘടനാ ഭേദഗതി 2002. 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധം സൗജന്യം 21A. 2009 ഓഗസ്റ്റ് 26 പാസ്സാകും. 2010 ഏപ്രിൽ 1 കുട്ടികളുടെ അവകാശവും വിദ്യാഭ്യാസ അവകാശം നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ആൻസർ ഭാഗം 3. ആൻസർ ഭാഗം കർത്തവ്യങ്ങളാണ്. കർത്തവ്യങ്ങൾ വരുമ്പോൾ മൗലിക അവകാശമാണ് ഭാഗം 3. കർത്തവ്യങ്ങൾ വന്നാൽ ഭാഗം 4A ആണ്. 4 എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഇത് മൗലിക അവകാശമാണ്. കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ. ദേശീയഗാനം ജനഗണമന രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ആൻസർ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 1896 സരളാദേവി ചൗധരിയും ടാഗോറും കൂടിയാണ് ആലപിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. 1950 ജനുവരി 24 ജനഗണമനയും വന്ദേ മാതരവും അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ദേശീയ പതാക നീളം വീതി തമ്മിലുള്ള അനുപാതം എത്രയാണ്? നമ്മുടെ ആൻസർ, ദേശീയ പതാക തയ്യാറാക്കിയത് പിങ്കാളി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനാണ്. പിങ്കാളി വെങ്കയ്യ. ദേശീയ പതാകയുടെ നീളം നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചോദ്യത്തിൽ വീതി ഈസ്റ്റു നീളം, ചില ചോദ്യത്തിൽ നീളം ഈസ്റ്റു വീതി. അപ്പൊ ആദ്യം പറയുന്നത് ആദ്യം എഴുതണം. നീളം കൂടുതലാണെന്നറിയാം, വീതി കുറവാണ്. ആൻസർ 3:2 ആണ്. ഇനി വീതി ഈസ്റ്റു നീളമായിരുന്നു ചോദ്യമെങ്കിൽ 2:3. PSC അങ്ങനെയും ചോദിക്കാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സെപ്റ്റംബർ 28, 93 പാസ്സാകുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അരുൺകുമാർ മിശ്ര മാറി, വിജയ് എന്ന താൽക്കാലികമാണ് വ്യക്തി. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. സർദാർ പട്ടേൽ ഭവൻ എന്ന് നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 93. 2005 ഒക്ടോബർ 12. ഇത് രണ്ടും 12. അപ്പൊ 2005 ഒക്ടോബർ 12 സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നു. ഇനി 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാസ്സാകുന്നത് ജൂൺ 15. മനുഷ്യാവകാശമാണെങ്കിലും വിവരാവകാശമാണെങ്കിലും പാസ്സാകുന്നത് എന്നാണ് നിലവിൽ വരുന്നതെന്നും സെപ്പറേറ്റ് ആയി PSC ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേ വജേതേ ഈ വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേ വജേതേ എന്ന വാക്യം ദേവനാഗരി ലിപിയിലാണ്. എന്നാൽ നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? കടുവയാണ്. നേരത്തെ സിംഹമായിരുന്നു. ഇനി ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്.
സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇനി എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ 24 ആർട്ടിക്കിൾ. ഇതെന്താണ്? ബാലവേല നിരോധനമാണ്. ഇനി നമ്മുടെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഗോത്രകലാപം കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ രാമനും. വയനാട് ജില്ലയിൽ അരങ്ങേറിയതാണ്. 1812 കുറിച്യ കലാപം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. റൗലറ്റ് സത്യാഗ്രഹം 1919 ഇതുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് ഉണ്ടാകുന്നത്. നിസ്സഹരണ സമരം ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ അനുകൂലിച്ചതാണ് നിസ്സഹരണ സമരം. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്, ഒരു ജനകീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം. 1930 നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമൊക്കെയാണ് നിയമലംഘനത്തിൽ വരുന്നത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. മിറാദുൽ അക്ബർ എന്ന ഉറുദു പത്രം, അതുപോലെ മറ്റു പത്രങ്ങളൊക്കെ നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഈ ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20. 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. 25 സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോ ഇത് ഓർത്തു വെക്കുക. G20യുടെ പേര് ഇപ്പോൾ G21 ആണ്. 19 അംഗരാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ആഫ്രിക്കൻ യൂണിയൻ പുതുതായി ചേർന്നു. 2024 ജനുവരി 1 ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്നത്, ഈ G20യുടെ കൂടെ ചേർന്നത്. ഇനി അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാ? ആൻസർ വിശ്വഭാരതി. യുനെസ്കോ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചതാണ് വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. 1919 ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ്. അമൃത്സർ ജാലിയൻ വാലാബാഗ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാബായ് നവറോജി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികനാണ്. ഇദ്ദേഹമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റ് രചിച്ചത്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികൾ ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവുമാണ്. സെയ്ഫുദ്ദീൻ കിച്ലു. സാരേ ജഹാംസി അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഈ ഗാനത്തിന്റെ രചയിതാവ് ആര്? അല്ലാമ ഇഖ്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാ? ആൻസർ ബക്രാനെങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും ബക്രാനെങ്കൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ബക്രാനെങ്കൽ ഹിമാചൽ പ്രദേശിലാണ്, സത്ലജ് നദിയിലാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റായി അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്. ഈ നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഏപ്രിൽ 6 ഈ നിയമത്തിനെതിരെ ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തതും ഗാന്ധിജി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 2695 മീറ്റർ ആണ് ഉയരം. ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര്? രാജ്യസഭ നോമിനേഷൻ വന്നത് PT ഉഷ. MD വത്സമയം പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി MD വത്സമ ഏഷ്യാഡിൽ സ്വർണം നേടിയത് ഓർക്കുക. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷ ഇപ്പോൾ ഒളിമ്പിക് അതിന്റെ പ്രസിഡന്റ് ആണെന്നുള്ളത്, ആദ്യ മലയാളിയാണെന്നുള്ളത് ഓർക്കുക. കോമൺവെൽത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അഞ്ജു ബോബി ജോർജ്, മലയാളി കൂടിയാണ്. ഇപ്പൊ ഷൈനി വിൽസൺ അല്ല, അതിനകത്തൊരു മാറ്റമുണ്ട്. നമ്മുടെ KM ബീനാമോൾ KM ബീനാമോളാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. KM ബീനാമോളാണ് നമ്മുടെ ഖേൽ രത്ന ലഭിച്ച ആദ്യ മലയാളി. ഇനി ഷൈനി വിൽസന്റെ പോയിന്റ്, ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ വനിതയാണ്, ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഇനി ഷൈനി വിൽസൺ ഒളിമ്പിക്സിന്റെ പതാക ഏന്തിയിട്ടുണ്ട്, അത് ഓർക്കുക. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. ഒളിമ്പിക്സിൽ
4ാം സ്ഥാനത്തെത്തി അല്ലെ. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത കൂടിയാണ് നമ്മുടെ PT ഉഷ. അപ്പൊ KM ബീനാമോളെ മറക്കണ്ട, അത് ഖേൽരത്ന. രാജീവ് ഗാന്ധി എന്നുള്ള പേര് മാറ്റി ഇപ്പൊ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വനിതയാണ് KM ബീനാമോൾ. കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017-ലാണ്. ഇന്ത്യയുടെ ആദ്യ മെട്രോ കൊൽക്കത്ത മെട്രോ ആണ്. രണ്ടാമത്തെ മെട്രോ ഡൽഹി മെട്രോ ആണ്. അപ്പൊ ഹരിത മെട്രോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഡൽഹി മെട്രോ ആണ്. ഡൽഹി മെട്രോയുടെ സ്ഥാപകൻ ശ്രീധര മേനോനാണ്. അദ്ദേഹം മലയാളിയാണ്, മെട്രോ മാൻ എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ ബാംഗ്ലൂർ മെട്രോ ആണ്. ഇനി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പൻ. തലയാർ എന്നറിയപ്പെടുന്നു, ഇടുക്കി ജില്ലയിലാണ്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നു? ഭാരതപ്പുഴയാണ്. പൊന്നാനിയിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. 2022 മികച്ച പിന്നണി ഗായിക ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചി അമ്മയാണ്. നഞ്ചി അമ്മയെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് ഇപ്പൊ നാരിശക്തി ടീമില് കേരളത്തില് ഒരു ബേപ്പൂർ ഉരുവിന്റെ ടീമായിരുന്നു. അതില് നഞ്ചി അമ്മയുടെ പ്രതിമ, കാർത്തിയാനിയമ്മയുടെ പ്രതിമയൊക്കെ വെച്ചിരുന്നു. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. ആൻസർ ഇടുക്കി ജില്ല. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? വരയാട് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ശാസ്താംകോട്ട കായൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? ഈ വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ കടലാണ് അല്ലെ, ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്, നെയ്യാറ്റിൻകര താലൂക്കിലാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? സാധുക്കൾ. അയ്യോ സാധുക്കൾ എന്ന് ഓർക്കുക. അപ്പോ അയ്യങ്കാളിയാണ് ആൻസർ. ഇനി 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറത്താം. 87-ലാണ് ഇദ്ദേഹം ക്ഷേത്രം പണിഞ്ഞത്. ചെമ്പഴന്തിയിൽ ജനിച്ചു. ശിവഗിരിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം. ശ്രീലങ്ക 2 വട്ടം സന്ദർശിച്ചിട്ടുണ്ട്. 1925-ലാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ഇനി കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? 1721 ഏപ്രിൽ 15-ന് നടന്ന ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-ലാണ്. കോട്ടയം ജില്ലയിലാണ്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭമാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ ഐക്യത്തിനെതിരെയുള്ള സംഘടിത കലാപമാണ് വൈക്കം. 1923 TK മാധവൻ കാക്കിനഡയിലാണ് ഇതിനു വേണ്ടി, കാക്കിനഡ INC സമ്മേളനത്തിലാണ് ഇതിനു വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്നത്. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? അരയ സമാജം. പണ്ഡിറ്റ് കറുപ്പൻ. ജാതി കുമ്മി രചിച്ചു. കായൽ സമ്മേളനം 2013 കൊച്ചിയിൽ നടത്തി. കേരളത്തിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാത, ഇത് ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. കേരളത്തില് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാത. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്ക്. ഇനി 2024 നടക്കുന്ന ഒളിമ്പിക്സിന്റെ നഗരം 28 ലോസ് ഏഞ്ചൽസിലാണ് നടക്കുന്നത്, 24 പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ VT ഭട്ടതിരിപ്പാട്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. പാലാണ് പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് നമ്മുടെ പാലിൽ നിന്ന് വരും. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ത്? കണ്ണ്, ത്വക്ക്, മുടി. ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. നാഡികളുടെ ചുവന്ന രക്താണുക്കളെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ E. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ ജീവകം K. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ. ഇവയുടെ ആരോഗ്യത്തിന് ജീവകം B.
അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താ? കണ്ണ്, ത്വക്ക്, മുടി, വൈറ്റമിൻ എ ശരിയാണ്. സിറോഫ്താൽമിയ, നിശാന്തത, ഇതിനൊക്കെ വൈറ്റമിൻ എ. നാടുകളുടെ ചുവന്ന രക്താണുക്കൾ RBCയുടെ ഒക്കെ ഗുണമാണ് ജീവകം ഇ. ഹൃദയ സംരക്ഷകൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടും. വന്ധ്യത, വൈറ്റമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഈ ത്വക്ക്, പല രക്തകോശങ്ങൾ, ഇത് ജീവകം ബി എന്ന് പറഞ്ഞത് മാത്രമാണ് തെറ്റ്. വൈറ്റമിൻ സി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ശരിയാകുമായിരുന്നു. ഈ ബി അതായത് ഫൈനൽ ആൻസർ കീയിലാണ് എന്താണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള രീതിയിൽ കൊടുത്തത്. ബി എന്ന് പറയുമ്പോൾ ബെറിബറി ശരിയാണ്. പെല്ലഗ്ര അല്ലെ, ത്വക്കുമായി ബന്ധപ്പെട്ടതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഫൈനൽ ആൻസർ കീയിൽ 4ആണ് ഉത്തരം കൊടുത്തത്. അപ്പൊ ഒരു പരിധി വരെ നമ്മൾ നോക്കുമ്പോൾ ബി ഇതിനകത്ത് ശരിയാന്ന് പറയാം, കാരണം ത്വക്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇനി പക്ഷെ ബിയിൽ കൂടുതലും രോഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അനീമിക് ആണ് അല്ലെ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഫോളിക് ആസിഡ് കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. പിന്നെ മോണയുമായി ബന്ധപ്പെട്ടത് സ്കർവി, വൈറ്റമിൻ സിയുടേതാണ്, അതുകൊണ്ടായിരിക്കാം ഇത്. പിന്നെ രക്തകോശങ്ങളും എല്ലാം കൂടെ കൊടുത്തോണ്ടായിരിക്കും ഇത് തെറ്റായിപ്പോയി. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. കുഷ്ഠരോഗം പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേനയാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുക, സംരക്ഷിക്കുക. കേരള സർക്കാരിന്റെ പദ്ധതി സ്നേഹ സ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. വിഴുങ്ങി നശിപ്പിക്കും. മനുഷ്യ ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ ഇത് ചെയ്യുന്നത് ന്യൂട്രോഫിലും അതുപോലെ തന്നെ വേറെ ആരാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റ്. ബേസോഫിലിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കലാണ്. ലിംഫോസൈറ്റ് ആണ് നമ്മുടെ എയ്ഡ്സ് ഒക്കെ ബാധിക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, പയർച്ചെടിയുടെ സങ്കര ഇനം ഏത്? ഭാഗ്യലക്ഷ്മി എന്താണ്? ലോല എന്താണ്? ഇതൊക്കെ പയറ് ചെടിയാണ്. ഹരിത, സൂര്യ, ശ്വേത, വഴുതനങ്ങയാണ്. വന വിഭവം അല്ലാത്തത് ഏത്? മണ്ണെണ്ണ വന വിഭവം അല്ല. പശ, തേൻ, കോലരക്ക് വനമാണ്. മണ്ണെണ്ണ ഫോസിൽ ഇന്ധനമാണ്. അമ്ലമഴയ്ക്ക് കാരണം? അമ്ലമഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് എന്താണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ കണ്ടന്റ്, ഇത് ആസിഡ് മഴയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയായി മാറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ശുദ്ധജലത്തിന്റെ pH വാല്യൂ, ശുദ്ധജലം പറയുമ്പോൾ നമ്മൾ 7ആണ് പറയുന്നത്, എന്നാൽ 5.6 ഒക്കെയാണ് മഴവെള്ളത്തിൻ്റെത് പറയുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആറ്റമാണ്, അത് റൂദർഫോർഡ് ആണ്. കോപ്പർനിക്കസ് ആണ് സൂര്യനാണ് കേന്ദ്രം എന്ന് പറഞ്ഞത്, ഇത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് നീൽസ് ബോറിന്റെ ആറ്റം മോഡലാണ്. ആറ്റം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡെമോക്രീറ്റസ് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിര്? സിങ്ക്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? 18ാം ഗ്രൂപ്പ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓക്സിജന്റെ ഉപയോഗങ്ങൾ ജ്വലനം, റോക്കറ്റ് ഇന്ധനങ്ങളില് കൃത്രിമ ശ്വസനം, ബ്ലീച്ചിങ് പൗഡർ ആണ് ഈ ഓക്സിജനുമായി ബന്ധമില്ലാത്തത്. ക്ലോറിൻ ഒക്കെയാണ് വരുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത്? ചുവപ്പ് നിറം ഭക്ഷ്യവസ്തുക്കൾ കാർമോസൈനിൻ, ടാട്രസിൻ മഞ്ഞ നിറമാണ്. ഇനി ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം? ഭൂമിയുടെ ചലനം ഭ്രമണമാണ് സ്വന്തം അക്ഷം. നമ്മുടെ ഫാന്റെ നടുക്കിരിക്കുന്ന സാധനം, ഈ നടുക്കിരിക്കുന്ന സാധനം ലീഫ് വർത്തുള്ള ചലനമാണ്, പക്ഷെ നടുക്കിരിക്കുന്നത് ഭ്രമണമാണ്. പമ്പരം ചെയ്യുന്നതും ഇങ്ങനത്തെ പമ്പരമില്ലേ, ഇത് ചെയ്യുന്നത് ഭ്രമണമാണ്. ബഹിരാകാശ യാത്ര നടത്തിയ വർത്തുളം എന്ന് പറയുമ്പോൾ നമ്മൾ വട്ടത്തിൽ കറങ്ങുന്നതാണ്. നേർരേഖാ ചലനം എന്താണ്? ട്രെയിനൊക്കെ പോകുന്നത് ഇങ്ങനെ നേർരേഖയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ലിഫ്റ്റ് ഒരു നേർരേഖാ ചലനമാണ്. ദോലനം എന്താണ്? ഊഞ്ഞാലിന്റെ ചലനം, പെൻഡുലം ക്ലോക്കിന്റെ ചലനം, വീണ കമ്പിയുടെ ചലനം, ഇതൊക്കെയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്താണ്? ഉത്തരം അപവർത്തനമാണ്. അപ്പോ ഒരു പാത, അപ്പോ ഇതിന്റെ ഇപ്പൊ ജലമായിരിക്കാം, ഇപ്പുറത്ത് വായു ആയിരിക്കും. ഇപ്പൊ രണ്ട് വ്യത്യസ്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇതിന് ഇങ്ങനെ പോകേണ്ട സാധനം
ഇങ്ങനെ മാറുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ചാലനം, സംവഹനം, വികിരണം. ഇത് മൂന്നും താപപ്രേഷണമാണ്. നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് വികിരണമാണ്. അപ്പോ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ബാഷ്പീകരണം. വെള്ളം ചൂടാകുമ്പോൾ ബാഷ്പമായി നീരാവിയായി മാറുന്നു, അത് ഘനീഭവിച്ച് മഴ പെയ്യും. അതാണ് ബാഷ്പീകരണം. വെള്ളം ചൂടാകുമ്പോൾ വാതക ഫോമിലേക്ക് മാറുന്നതാണ്. പാരമ്പര്യേതരം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയാണ്? കാറ്റ് വരുന്നു, തിരമാല വരുന്നു, പിന്നെ വെള്ളം വരുന്നു, സൗരോർജം വരുന്നു. ഇതൊക്കെയാണ് കാറ്റ്, തിരമാല, കൽക്കരി, പെട്രോള്, പാരമ്പര്യം. ഉദാഹരണം 1 and 2 ആണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ക്ലാസിന്റെ ലിങ്ക് ടിക്ഡ് PDF ലേൺ വിത്ത് റീജ എന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പോൾ LGSന്റെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. എല്ലാവരും ഡെയിലി തന്നെ പഠിച്ച് പോവുക. അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് ടെൻഷൻ ആവത്തേ ഉള്ളൂ. ഡെയിലി ഒരു ബുക്ക് എടുത്ത് വെച്ച് ഡെയിലി പഠിച്ചു പോവുക. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ഇപ്പൊ 15 × 5 - 5 15 0 ആണ്. അത് ഒന്നാണ്. ഒറ്റ സംഖ്യ ഒന്നാണ്. 1 3 5 7 ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യ. ഇവിടെ റേസ് 5 ഉണ്ട്. ഇവിടെ 15 10 ഉണ്ട്. ഇവിടെ 15 + 5 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 5ന്റെ ഏത് പവർ എടുത്താലും അറ്റത്ത് 5 ആയിരിക്കും അല്ലെ. 15ന്റെ സ്ക്വയർ 225. അടുത്തതാണെങ്കിൽ ഒരു 5 ആയിരിക്കും അറ്റത്ത്. ഏതെടുത്താലും അറ്റത്ത് 5 ആയിരിക്കും. ഒരു +5 എടുത്താൽ 5 5 10 അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യ അല്ലല്ലോ, 0 വരുന്നെങ്കിൽ ഇരട്ട സംഖ്യ അല്ലേ. അപ്പൊ ഇതാണ് ആൻസർ. 154ന്റെ സ്ക്വയർ വില കണ്ടുപിടിക്കുന്നതിന് 153ന്റെ സ്ക്വയറിന്റെ വിലയോട് എന്ത് കൂട്ടണം? അപ്പൊ നമ്മൾ ആലോചിക്കണം. ഇപ്പൊ 12ന്റെ സ്ക്വയർ നമുക്കെന്നറിയാം 144 ആണെന്നറിയാം. 12ന്റെ സ്ക്വയർ അല്ലെ, 12ന്റെ സ്ക്വയർ. അപ്പൊ 11ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടി? 11ന്റെ സ്ക്വയർ 121. 121ന്റെ കൂടെ ഇവിടെ എല്ലാം അടുത്തടുത്ത നമ്പേഴ്സ് ഒക്കെ അല്ലേ കൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കൂട്ടി നോക്കുകയാണ്. 12ഉം 11ഉം കൂട്ടി നോക്കി. അപ്പൊ 144 കിട്ടിയില്ലേ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പോലെ ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് ബുദ്ധിപൂർവ്വം എത്താം. അപ്പൊ 154 12ന്റെ സ്ക്വയർ 11ന്റെ സ്ക്വയർ പ്ലസ് 12 + 11 ഈ എടുത്ത നമ്പേഴ്സ് തന്നെ. അപ്പൊ 153 + 154 ആണ്. ഷാജി ഒരു നോവലിന്റെ 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു. 2/9 വായിച്ചു. ഇനി ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു. അപ്പോ ഒരു നോവൽ ഉണ്ട്, അതിന്റെ 9/2 ഭാഗം എത്ര വായിച്ചു? ശനിയാഴ്ച വായിച്ചു. ബാക്കി എന്തുണ്ട്? 7/9 ഉണ്ട്. ഈ ഭാഗത്തിന്റെ 1/3 ഭാഗം ഓൾറെഡി ഞായറാഴ്ച വായിച്ചു. ഇനി ബാക്കിയുള്ള പേജ് 160 പേജാണ്. ഇത് തിങ്കളാഴ്ചയാണ് വായിച്ചത്. അപ്പൊ ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടോട്ടൽ പേജില് എത്ര ഉണ്ട്? 160 ഉണ്ട്. അപ്പൊ ഇത് X ഇട്ട് ചെയ്യാമെങ്കിൽ ടോട്ടൽ പേജുകൾ നമുക്ക് ലഭിക്കും 216. 7/9 എന്നതാണ് നമ്മൾ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. 12 1/2% പകുതിയുടെ ദശാംശ രൂപം എഴുതുക. 12 1/2 എന്ന് വെച്ചാൽ 25/2 ആണ്. ഈ പെർസെന്റേജിന്റെ പകുതിയുടെ ദശാംശ രൂപം എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ദശാംശ രൂപം അല്ല ചോദിച്ചത്, ഇതിന്റെ പകുതി. ഇതിന്റെ പകുതി എന്ന് വെച്ചാൽ ഇൻറ്റു 1/2 ആണ്. 25/4 വരും. ബൈ 100 വേണമെങ്കിൽ പെർസെന്റേജ് മാറ്റണമെങ്കിൽ ബൈ 100. അപ്പൊ ഇതിന്റെ പകുതി നമ്മൾ നോക്കുമ്പോൾ ബൈ 100 ആണെങ്കിൽ പെർസെന്റേജ് മാറും. അപ്പൊ നമുക്ക് 0.0625 എന്ന് കിട്ടും. ഇപ്പൊ 1/100 ആണെങ്കിൽ 25 4 100 1/8 1/16 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പകുതി അല്ലെങ്കിൽ 24ന്റെ വെച്ച് ചെയ്താലും അത് പെട്ടെന്ന് കിട്ടും അല്ലെ. അപ്പോൾ ബൈ 100 കൂടി ഇടണം. അപ്പോൾ 16/100 ഇട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പോയിന്റ് ആദ്യം നമുക്ക് 10 ആണ് വരുന്നത്, ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വീണ്ടും ഇട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ 24 1 25/2 ആണ്. ഇത് ബൈ 100 ആണ്. ഈ
ഒരു 12 1/2% എന്ന് പറയുന്നത്. 25/2 1/100. പിന്നെ ഇതിന്റെ പകുതി, അതിന്റെ ദശാംശ രൂപം. ഇനി ഇത് നോക്കുമ്പോൾ 99.9.9 ഇത് വെട്ടിക്കളയാൻ പറഞ്ഞാല് താഴെ ഞാനൊരു 100 കൊണ്ട് ഗുണിച്ചു, മുകളിൽ ഒരു 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെ 9 ഇതെല്ലാം വെട്ടി. ആൻസർ 100 എന്ന് കിട്ടി. ഈ 0.9 മാറ്റാൻ വേണ്ടി താഴത്തെ 100 ഞാൻ ഉപയോഗിച്ചു. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് x+2, x+4, x+6, x+8, x+10 ഇങ്ങനെ 5 എണ്ണം എടുക്കാം. ബൈ 5 ഇതെല്ലാം കൂടെ കൂട്ടുന്നു. ബൈ 5 സമം 60. അപ്പൊ 1 2 3 4 5x സമം 4 2 6, 6 6 12, 20, 30 ബൈ 5 സമം 60. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാമെങ്കിൽ ഉത്തരം 56 എന്ന് കിട്ടും. ഒരു കുട്ടി പിതാവ് വയസ്സുകളുടെ തുക 156, അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിന്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ ഡിഫറൻസ് എടുത്താൽ മതി. 2x സമം അങ്ങനത്തെ രീതിയിൽ ഡിഫറൻസ് എടുത്ത് 156. അപ്പൊ കുട്ടി 7 5 12 അല്ലെ, ഇങ്ങനെ നോക്കും എങ്കിൽ പിതാവിന്റെ വയസ്സ് കിട്ടും, കുട്ടിയുടെ വയസ്സ് കിട്ടും. അപ്പൊ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ 156 × 2/12, 6 2 12, 6 2 12, 36, 6 6 36, 26 കൂടുതലാണ്. ഡിഫറൻസ് 5 - 7 ഒറ്റയടിക്ക് കൊടുത്തു. ഇനി രാമു വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ എത്തും എങ്കിൽ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? AB/A-B × T. ഈ ഒരു രീതിയിലാണിത് ചെയ്യുന്നത്. 3ഉം 4ഉമാണ് എയും ബിയും. 3 × 4/4 - 3 1 ആണ്. ഇനി വൈകും നേരത്തെ എന്നാണെങ്കിൽ ടൈം കൂട്ടണം. അപ്പൊ നമുക്ക് 5 5 10 40. ഇനി ബൈ 60 മിനിറ്റിനെ മാറ്റണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നത് 8 കിലോമീറ്റർ എന്നാണ്. 58 21 എത്ര നൂറുകളുണ്ട്? ആൻസർ 58 നൂറുകളുണ്ട്. 2500 രൂപ വിലയുള്ള വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്രയാണ്? ഉത്തരം എത്രയാണ് വരുന്നത്? 1875 ആണ് വരുന്നത്. ഇനി 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? അപ്പൊ ഈ 75 സെന്റിമീറ്റർ, 5 മീറ്റർ എന്ന് വെച്ചാൽ 500 ആണ് അല്ലെ, 1 മീറ്റർ 100 ആണ്. അപ്പൊ അതിനകത്ത് 75 × 100 ഇത് വെട്ടി. അപ്പൊ ഒരു 5 5 25 5 25 15%. അടുത്തത് 10 ആളുകളുടെ ശരാശരി വയസ്സ് 36 ആണ്. ഒരേ പ്രായത്തിലുള്ള 2 പേരുടെ കൂടി ഇവരോടൊപ്പം ചേർന്നാൽ ശരാശരി 38 പുതിയതായി വന്ന ആളുടെ വയസ്സ് എത്ര? പഴയ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പോ നമുക്ക് 36 പ്ലസ് 24 കൂട്ടണം. 6 4 10 60. പുതുതായി വന്ന ആളുടെ വയസ്സാണ് ചോദിച്ചത്. അപ്പോ 12 2 24. അതായത് ആദ്യ ശരാശരി 36 ആണ് പ്ലസ് ആകെ എണ്ണം. ഇപ്പൊ 10 എന്ന് പറയുന്നത് 2 പേരുടെ കൂടി പേരോട് ചേർന്നു. അപ്പൊ 12 ആയി. ശരാശരിയിലെ വ്യത്യാസം 6ഉം 2ഉം ആണ്. അപ്പൊ 24 ആണ്. 24. ഓക്കെ, ഇത് കുറയ്ക്കുന്നതാണ് അല്ലെ ഇതിലെന്തോ. ഓക്കെ, എന്തായാലും ആൻസർ ഉണ്ട് 48. ഞാൻ പെട്ടെന്ന് നോക്കുന്നതാണ് എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. തിങ്ക് ചെയ്യാനുള്ള സമയമില്ല, മോൻ വന്നു. അപ്പൊ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വെപ്രാളത്തിലാണ്. 32 raised to -1/5, 27 raised to -2/3. ഇനി 32 1/32 raised to 1/5 ആണ്. മൈനസ് 1/27 raised to 2/3 ആണ്. ഇത് 32 എന്ന് വെച്ചാൽ 2 raised to 5 ആണ്. വെട്ടുന്നു 1/2. മൈനസ് ഇത് 3 ക്യൂബ് ആണ്. അപ്പൊ 3 സ്ക്വയർ 9 ആണ്. 9ന് 2 കുറച്ചപ്പോൾ 7/9 2 18. അപ്പൊ ആൻസർ നമ്മൾ തപ്പി എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന്. 7/18.
എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകാത്ത വിധം 124 രൂപയ്ക്ക് എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? ആൻസർ 70. അടുത്തത് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് പോകുന്നു. അപ്പൊ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുക. ആൻസറിലേക്ക് പോകുമ്പോൾ 10 മീറ്റർ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണിത്. ഇനി ഇത് 2ന്റെ സ്ക്വയർ ആണ് 4, 4ന്റെ സ്ക്വയർ ആണ് 16, 16ന്റെ സ്ക്വയർ 256, 256ന്റെ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്. അപ്പോ 256. രാജു 10,000 മുടക്കി 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിന്റ് അടിക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂട്ടണം. അയാളുടെ മൊത്തം മുതൽ മുടക്കെന്ന് വെച്ചാല് 13,500 രൂപ ചെലവാക്കി. ഇനി 20% ലാഭം കിട്ടണം. അപ്പൊ അതിന്റെ 20%, 120/100 നോക്കുമ്പോൾ അതിന്റെ 20% ലാഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആദ്യം ചെലവാക്കിയ മുഴുവൻ തുകയും നമ്മൾ എടുക്കണം. ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണെങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? അപ്പൊ വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 150 ആണ് ബൈ 15 ആണ്. പക്ഷെ ഇത് മീറ്റർ പെർ സെക്കൻഡിൽ ഇരിക്കുകയാണ്. നമുക്കത് കൺവേർട്ട് ചെയ്ത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. 18/5. ഇവിടെ 10 കിട്ടി. 180/5 10 ആണ്. 18 2 36 ആണ്. ഉത്തരം 36. ഇനി ഒരു ചതുരത്തിന്റെ നീളം വീതി 20% വർദ്ധിപ്പിച്ചു. പരപ്പളവ് എത്ര? നീളം XY അല്ലേ? പരപ്പളവ് എന്ന് വെച്ചാൽ ഇത് 2 നീളം ഗുണം വീതിയാണല്ലോ പരപ്പളവ് അല്ലെങ്കിൽ ചുറ്റളവ് വിസ്തീർണം എന്നൊക്കെ പറയാം. സോറി, പരപ്പളവ് അല്ലെങ്കിൽ ചുറ്റളവ് അല്ലെങ്കിൽ ഏരിയ. അല്ല, ഞാൻ പറയുന്നത് തെറ്റാണ്. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം, ഇംഗ്ലീഷിൽ ഏരിയ. ഓക്കെ. ചുറ്റളവിന്റെ ഇക്വേഷൻ 2 × L + B ആണ്. ഓക്കെ. ഇനി ഇത് കൂട്ടാൻ പറഞ്ഞ x + y + xy/100 ഇതാണ് ഇക്വേഷൻ. 20 + 20 + 20 × 20/100 ആണ് നമ്മളുടെ ഇക്വേഷൻ. 40 + 4 44 ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് ഷാജി ഷാൻ 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ 640 രൂപ. ഈ 3 ആണ് ഷാനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പോ ഷാൻ എന്ന് പറയുന്നത് 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു അല്ലെ? അപ്പോ 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാൻ എത്ര കിട്ടൂ? 640. അപ്പൊ ആദ്യം x എന്ന് പറയുന്നത് 5/9 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു 640 രൂപ കുറയ്ക്കുന്നതാണ് ഈ x. x × 3/7 ഇത് ഇക്വേറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇതാണ് 5x/9 മൈനസ് 640 എന്ന് പറയുന്നത് 3x/7 ആണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക. 5x മൈനസ് 3x/9/7 സമം 640. അപ്പൊ 35x മൈനസ് 27x/97 63 640. അങ്ങനെ ഇത് കുറയ്ക്കുക. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 8/63 8x സമം 640. ഇവിടെ നിന്ന് x എന്ന് പറയുന്നത് 640 ഗുണം 63/8. 8 64 അല്ലേ? 80. ഇനി 63 × 8 ഗുണിക്കുക. 8 3 24, 8 6 42 50 5040 ആണ് നമ്മളുടെ ഉത്തരം. അപ്പൊ വളരെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. ഓക്കെ, അത് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം. അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ ഓൾറെഡി പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണം. അപ്പൊ അതിനകത്ത് ചിന്തിച്ചാൽ ഉത്തരം കിട്ടത്തില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.